ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്താലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. പിന്നെ ഇതിൽ വളരെ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ 2 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിത് റവയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കടല റവയെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് 1 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 സ്റ്റീൽ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കണ്ട. ഇത് സ്റ്റീൽ ബൗളിൻ്റെ പകുതിയോളം ഒഴിച്ചാൽ മതി. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിൻ്റെ ഇഡ്ഡലി തട്ടിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റീൽ ബൗൾ വെച്ചതിന് ശേഷം 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീൽ ബൗളിൽ നിന്നും മാറ്റിയെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമുക്കിത് സ്റ്റീൽ ബൗളിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്ത എള്ള് ചേർക്കാം. 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ എള്ളിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇതും കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതും കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പം ചേർക്കാം. അപ്പം ചേർത്തതിന് ശേഷം ഒന്ന് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയോ ചട്നിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.